ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു കരുതുന്നു, നമ്മളും സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്താണ്, നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണല്ലേ. ഇത്തവണ ശ്രീകൃഷ്ണ ജയന്തിക്ക് നമ്മുടെ വീട്ടിൽ നിന്നും ഒരു 3 കണ്ണന്മാരുണ്ട് കേട്ടോ. അപ്പോൾ ആ 3 ശ്രീകൃഷ്ണന്മാരുടെയും ഒരുക്കങ്ങൾക്ക് മുന്നോടിയായിട്ടുള്ളൊരു ദിവസം എങ്ങനെയായിരുന്നു നോക്കാം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ ശ്രീകൃഷ്ണ ജയന്തി അങ്കമാലിൽ വെച്ചിട്ടാണ് കേട്ടോ കൂടുന്നത്. വേറൊന്നുമല്ല, ചേച്ചി കുറച്ച് മുൻപേ പറഞ്ഞിരുന്നു ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തിക്ക് നമുക്ക് മക്കളെ ശ്രീകൃഷ്ണനായിട്ട് അണിയിച്ചൊരുക്കാമെന്ന്. ഇത് കേട്ടപ്പോഴേ അമ്മക്കുട്ടിക്ക് ഒരുപാട് സന്തോഷമായി. ചേച്ചിമാരുടെ കൂടെ കണ്ണനായിട്ട് ഘോഷയാത്രയിൽ പങ്കെടുക്കാമല്ലോ എന്നുള്ള സന്തോഷം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചേച്ചി ഒരുപാട് സാധനങ്ങളെല്ലാം മുന്നേ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു. ഡ്രസ്സെല്ലാം റെൻ്റ് ഔട്ട് ചെയ്ത് വെച്ചിരുന്നു. ഈ ശ്രീകൃഷ്ണ ജയന്തിയുടെ മുന്നൊരുക്കങ്ങളിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കാരണം എല്ലാതും ചേച്ചി തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ തലേദിവസം നമ്മൾ വീട്ടിലെത്തി ഈ ഡ്രസ്സൊക്കെ ഒന്ന് കറക്റ്റാണോ അല്ലയോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്ന രംഗങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കമ്മലും കൂടെ വന്നപ്പോൾ നന്നായിട്ടുണ്ട്. അക്ബർ രാജാവ് പൽവാൻ രാജകുമാരൻ നീണാൾ വാഴട്ടെ. കണ്ണന്റെ പാട്ട് എന്തായിരുന്നു ചേച്ചി? ആടറാമോ ഇങ്ങനെ ഇങ്ങനെ. ഞങ്ങളുടെ എല്ലാവരുടെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ അമ്മക്കുട്ടിക്ക് ആകെ ഡൗട്ട് അടിച്ചു, ഇനി എന്നെ കാണാൻ അത്ര സുന്ദരമായിട്ടില്ലേ. കണ്ണാടിയിൽ പോയി നോക്കി സ്വന്തം രൂപം കണ്ടപ്പോഴാണ് അമ്മക്കുട്ടിക്ക് ഒരു തൃപ്തിയായത്. സത്യം പറഞ്ഞാൽ ഡ്രസ്സൊക്കെ ചെയ്ത് വന്നപ്പോൾ കറക്റ്റ് ഈ ഡ്രസ്സ് അമ്മക്കുട്ടിക്ക് വേണ്ടി പറഞ്ഞു തയ്പ്പിച്ച പോലെ കറക്റ്റ് അളവായിരുന്നു. ഡ്രസ്സ് ചെയ്ത് വന്നപ്പോൾ എനിക്കും ഒരുപാട് ഇഷ്ടമായിട്ടോ. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ശ്രീകൃഷ്ണന്മാരുടെ കയ്യിൽ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ചേച്ചി മൈലാഞ്ചിയില കൂടെ പറിച്ചു വെച്ചിരുന്നു കേട്ടോ. അത് അരച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ മൈലാഞ്ചിയിലയാണ്, നല്ല രീതിയിൽ ചുമക്കുന്ന മൈലാഞ്ചിയാണ്. അപ്പോൾ അതാ ശ്രീകൃഷ്ണന്മാർ നാളത്തേക്ക് വേണ്ടിയിട്ട് മൈലാഞ്ചിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനി നാളെ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കാണാം കേട്ടോ. എല്ലാവർക്കും കൃഷ്ണ ജയന്തി ആശംസകൾ. ലവ് യു ഓൾ.